വാവ് 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 കാണിച്ചു കുഞ്ഞിൻ്റെ. ഓ കുഞ്ഞിക്കൈയിൽ വാവ് വന്നു. ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോ ഇടാത്തത്. കാരണം വേറൊന്നുമല്ല, ലുക്കു ബേബിക്ക് നല്ല പനിയായിട്ട് അത്യാവശ്യം ന്യൂമോണിയൊക്കെ ആയിട്ടുണ്ട്. വന്ന പാടെ നമ്മളെ ഡോക്ടർ പിടിച്ച് പീഡിയാട്രിക് ICUലോട്ട് അങ്ങ് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ICUലായിരുന്നു നീണ്ട 2-3 ദിവസങ്ങൾ. അങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ ICUയിൽ കിടന്നതാ. ഇവനെ ആകെ പാടെ ബോറടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മുമ്മ എങ്ങനെയൊക്കെയോ കയ്യും കാലും പിടിച്ചത് അകത്ത് കയറിയിട്ടുണ്ട്. ഒരാളെ ICUയിൽ കയറ്റുള്ളൂ. അതൊരൊറ്റ പ്രോബ്ലം. കാരണം ഇവനിങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് ആളുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. പിന്നെ പരിചയമില്ലല്ലോ, അകത്ത് ആരെയും പരിചയമില്ലാത്തതും ആയതുകൊണ്ട് ആൾ നല്ല കരച്ചിലാണ് കേട്ടോ. കുറേ നേരം ഏകദേശം 2-3 മണിക്കൂർ ഈ തറയിൽ ഇങ്ങനെ കിടന്ന് കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ വന്ന് ട്രിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറക്കം ഇറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും വെളിയിൽ അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ തുറന്നായിരുന്നു. വരട്ടെ അച്ഛൻ. അച്ഛൻ മാത്രമല്ല, ചേച്ചി ഉണ്ടായിരുന്നു, അമ്മൂമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മാസ്കൊക്കെ വെച്ച് കുഞ്ഞിനോട് വർത്താനമൊക്കെ പറഞ്ഞു. കല്ലൂന് ആകെപ്പാടെ സങ്കടം. ഇവൻ്റെ കയ്യിൽ ഇതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന കണ്ടപ്പം അവൾക്ക് നല്ലൊരു വിഷമമൊക്കെ ഉണ്ട്. കുഞ്ഞാവയ്ക്ക് വേദന എടുത്തില്ലേ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആൾ പിന്നെ ഇച്ചിരി നേരം അവളുടെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് നേരെ അകത്ത് പോയി. പിന്നെയും കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കരച്ചിൽ നല്ലതായിട്ട് കരയും കേട്ടോ. നല്ല ICUയിൽ ഇങ്ങനെ അടച്ചു പൂട്ടി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര മുഴക്കമാണ് ഇങ്ങനെ കരച്ചിൽ. കുറേ നേരം ഇങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കേൾക്കുന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെയും കരച്ചിൽ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് ഇഞ്ചക്ഷനും മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ഉറങ്ങും, പിന്നെ എഴുന്നേക്കും, പിന്നെയും കരച്ചിലാണ്. കണ്ടില്ലേ, ഇങ്ങനെ അടുത്തടുത്ത ബെഡൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമൊക്കെ ആയിരിക്കും. എല്ലാം കുഞ്ഞു മക്കളാണ്. അപ്പം എല്ലാവർക്കും ഫീവറും കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഒരു നൈറ്റ് 9:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും ആൾക്ക് പകുതി ജീവൻ വീണിട്ടുണ്ട്. അങ്ങനെ റൂമിലെത്തിയ സന്തോഷത്തിന് അവിടെ എല്ലാം ഓടി നടന്ന് ആൾ നോക്കുക കേട്ടോ. ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം, നമ്മളിങ്ങനെ അടച്ചു പൂട്ടിയൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് കുഞ്ഞിന്. അപ്പം ഇങ്ങനെയൊക്കെ പകുതി നടന്നപ്പോഴത്തേക്കും ആൾക്ക് ഒരു സമാധാനമുണ്ട്. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ഡോർ തുറന്ന് ഇനി വെളിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാണാനുള്ള പരിപാടിയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ പോയി ആ സ്റ്റെപ്പിൽ ഇങ്ങനെ പോയിരിക്കണം. അവിടെ ഇരുന്ന് കുറേ നേരം അമ്മമ്മയോട് ഇങ്ങനെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവിടെ ഇരുന്നോളും. ഇപ്പോൾ ചേച്ചി വരുവാണെങ്കിൽ ഇച്ചിരി നേരം കളിക്കുകയൊക്കെ ചെയ്യും. രാവിലെ അവർ എത്താറായിട്ടുണ്ട്. അപ്പോൾ 2 പേരുടെ വെളിയിലിറങ്ങി ഇച്ചിരി നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇച്ചിരി നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി എത്തിയിട്ടുണ്ട്. അങ്ങനെ ചേച്ചി അച്ഛനും വന്ന സന്തോഷത്തിൽ 2 പേരുടെ നല്ല കളിയാണ്. അത്യാവശ്യം ഇങ്ങനെ ഓടി കളിക്കുന്നത് ഇന്നാണ്. 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കാണ് ആളൊന്ന് 4-ാമത്തെ ദിവസമായപ്പോട്ടോ ആളൊന്ന് ഉഷാറായത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നേഴ്സുമാരെ കാണുമ്പോഴേ ആൾക്ക് നല്ല പേടി കേട്ടോ. അവരെ കാണുമ്പോഴത്തേക്ക് ഓടും. പിന്നെ പിന്നെയും അവന് ഈവനിങ് ആയപ്പോഴത്തേക്കും അടുത്ത ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല പെയിൻ കേട്ടോ. കുഞ്ഞ് നല്ല കരച്ചിലാണ്. ഇത് രാവിലെ ഉണ്ട്, വൈകിട്ടും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. കുഞ്ഞായതുകൊണ്ട് അവനിങ്ങനെ കൈയൊക്കെ ഇട്ട് അനക്കും. അപ്പോൾ അത് ഫ്ലൂയിഡ് കയറാനും ഒരു താമസമൊക്കെ ഉണ്ടാവും. ഏകദേശം 2-3 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട വരും. നല്ല സ്ലോയിലാണ്. കാരണം ആളിങ്ങനെ കൈയൊക്കെ മാറ്റുന്ന സമയത്ത് 1-2 ഡ്രോപ്സൊക്കെ ആയിട്ടേ അത് വരുള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ പിടിച്ചിരിക്കും കേട്ടോ. കുറേ ടി വി ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ കുറേ നേരം ഫോണിലൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് ആൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെയും പതിവ് പോലെ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നേരെ ആ സ്റ്റെപ്പിലേ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കളിക്കും. പിന്നെ ഞാൻ നേരെ പോയി ഇച്ചിരി ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. അപ്പം നമുക്ക് കട്ടൻ ചായ കുടിക്കാനുള്ളതൊരു വൈകിട്ടായപ്പോഴത്തേക്കും നല്ല തലവേദന. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും അച്ഛനും മോളും കൂടെ വന്നിട്ടുണ്ട്.
അങ്ങനെ ഇന്ന് നമ്മൾ 7 days ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിന്ന് ഡിസ്ചാർജ് ആവും. രാവിലെ ആയപ്പോഴത്തേക്ക് ചേച്ചി അച്ഛനും കൂടെ എത്തി. അമ്മൂമ്മ വീട്ടിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്ചാർജ് സമ്മറിയും പിന്നെ അവർ ഫീഡ്ബാക്കും ഒക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ അത് രണ്ടും കൂടെ അവർ എഴുതി കൊടുക്കുക. കുഞ്ഞിൻ്റെ കയ്യിൽ പൊച്ചോ പോട്ടെ, സാരമില്ല. അമ്മ പിടിച്ചോളാം. ഇങ്ങനെ ഇതിപ്പം ആൾക്ക് ലാസ്റ്റ് ഇഞ്ചക്ഷനാണ് ഇട്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ നമുക്ക് നേരെ പോയി ബില്ല് പേ ചെയ്തിട്ട് നേരെ നമുക്ക് ക്യാനിൽ കഴിക്കാൻ പോകണം. ഇത് നല്ല റിസ്ക് കേട്ടോ. ആൾ നല്ല ഞൊളപ്പായിരിക്കും ഇരുന്ന്. പിന്നെ നേരെ ഇതേ നമ്മൾ നേഴ്സിംഗ് സ്റ്റേഷനിലെത്തി ക്യാനിലേക്ക് റിമൂവ് ചെയ്ത് നേരെ റൂമിലോട്ട് പോകാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ലുക്കു ബേബിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സുന്ദരനാക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. ആളിതേ പോകാമെന്ന് എവിടെയോ ടാറ്റ പോകുന്ന കണ്ടപ്പം ആൾക്ക് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ നീണ്ട ആശുപത്രി വാസത്തിന് ശേഷം നമ്മൾ രണ്ടുപേരും നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏട്ടൻ വൈകിട്ടത്തേക്കുള്ളൊരു മന്തി നമുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കയറി കിടന്നുറങ്ങി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.